ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ വീട്ടിൽ അനാവശ്യമായിട്ട് വലിച്ചെറിയുന്ന ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതിൽ ആർട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ബോട്ടിലിൽ ആർട്ട് വർക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് ഇങ്ങനെ ബോട്ടിൽ ഉപയോഗിച്ച് മനോഹരമായിട്ട് നമുക്ക് പെയിൻറ് ഉപയോഗിച്ച് ആർട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആളെന്ന ഓപ്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോട്ടിൽ ആർട്ടാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ബോട്ടിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ ബോട്ടിൽ സാധാരണ ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്നതാണ്. എന്നാൽ ഈ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബോട്ടിലിൽ ആർട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ഉണക്കിയെടുത്ത ബോട്ടിലിൽ നമുക്ക് ആഴ്സലിക്ക് പെയിൻറ് ഉപയോഗിച്ച് കളർ കൊടുക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്സലിക്കിൻ്റെ കറുത്ത പെയിൻ്റാണ് നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം ബോട്ടിൽ നല്ല രീതിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പീസ് സ്പോഞ്ചാണ്. അപ്പോൾ ഈ സ്പോഞ്ച് പെയിൻറ്റിലേക്ക് മുക്കി ബോട്ടിൽ ഫുള്ളായിട്ട് അടിച്ച് ക്ലിയർ ചെയ്യുകയാണ്. ഫസ്റ്റ് കോട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പെയിൻറ് ആകുന്നതല്ല. അപ്പം അതിനാൽ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ബോട്ടിലൊന്ന് ഉണങ്ങാൻ വയ്ക്കണം. വച്ചതിന് ശേഷമേ സെക്കൻഡ് കോട്ട് അടിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ച് ബോട്ടിൽ നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ് ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് കോട്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ബോട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങാൻ അനുവദിക്കണം. നല്ല രീതിയിൽ ഉണങ്ങണം. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത് ബോട്ടിൽ ആർട്ട് തുടങ്ങേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നമ്മുടെ ഐഡിയയ്ക്ക് അനുസൃതമായി നമുക്ക് ആർട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയർബഡ്സ് പെയിൻറ്റിൽ മുക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഡോട്ടിട്ടാണ് ആർട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇയർബഡ്സ് എടുക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ പെൻസിലിൻ്റെ ടിപ്പ്, അത് മനയുള്ള ഭാഗം നമുക്ക് അതും പെയിൻറ്റിലേക്ക് മുക്കിയതിന് ശേഷം
ചെറിയ രീതിയിലുള്ള ഡോട്ടുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പം പല നിറത്തിലുള്ള പെയിൻറ്റുകൾ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. മഞ്ഞയും ചുവപ്പും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഓറഞ്ച് കളർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കൊരു 6 കളറായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൽ വാങ്ങുമ്പോൾ കിട്ടുന്നത്. അല്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഴ്സലിക് പെയിൻറ്റ് വാങ്ങാൻ കിട്ടും. ഓരോ നിറം നമുക്ക് ഇഷ്ടമുള്ള നിറം. അപ്പോൾ ഈ നിറങ്ങൾ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 കളർ വീതം എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മറ്റൊരു നിറം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് മുഴുമിപ്പിക്കാവുന്നതാണ്.
നമ്മുടെ ഐഡിയയ്ക്കനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി വർക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ തോന്നും. എന്നാൽ നമ്മൾ ക്രമേണ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൈവരിക്കാൻ സാധിക്കും. ആർട്ട് വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പുറത്തേക്കൊന്ന് കൈ പോലും തൊടാൻ പാടുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.